ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊന്നുമല്ല, പുറത്തേക്ക് പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. നമ്മളിന്ന് ഫുൾ ടൈം അധികം എന്താ പറയുക, ഒരു ദിവസത്തിൻ്റെ മുക്കാൽ ഭാഗം പുറത്ത് തന്നെ ആയിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മാറ്റിയിട്ട് പോകുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ മോളുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മക്കളെ രണ്ടുപേരെയും കൊണ്ടുപോകുന്നില്ല, ഉച്ച കഴിഞ്ഞാൽ അധികവും മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അവരെ ഞാൻ തറവാട്ടിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഞാനും കസിനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എവിടേക്കാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു ഡ്രസ്സ് കടയിൽ കയറിയിട്ട് മോൾക്കൊരു പാൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റിച്ചിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വേറെ ഒരു ഡ്രസ്സ് ഷോപ്പിലേക്ക് വന്നു കേട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു ഷർട്ടൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതായിരുന്നു കേട്ടോ. ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയതായിരുന്നു. പക്ഷേ ആകെ സർപ്രൈസൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ആയിട്ട് വഴിയെ വരാം. പിന്നെ ഞാനിതാ ഷർട്ടൊക്കെ എടുത്തു. അതിന് ശേഷം എനിക്ക് 2 ചുരിദാറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, യെല്ലോ കളറ്. അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെട്ടൊന്നും അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഷർട്ട് മാത്രം എടുത്തിട്ട് അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തത്. അതിന് മുന്നേ നമ്മൾ ഒന്ന് ഫാൻസി ഷോപ്പിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇയറിങ്സും അതുപോലെ ക്രാബ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റിയ കുറച്ചെണ്ണമൊക്കെ വാങ്ങി. ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വരാനുള്ള ബസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബസ് എടുക്കാനൊരു 10 മിനിറ്റും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഓടി വന്നിട്ട് വേഗം ഒരു ലൈമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ആകെ ഭയങ്കര ചൂടൊക്കെ ആയിട്ട് ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ബസ് എടുക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ വേഗം ലൈമും കുടിച്ചിട്ട് നമ്മൾ ഓടിപ്പോയിട്ട് ബസ് കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മീറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്ക് ഒരു 2 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 2:45 ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിലും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയിട്ട് ഇതാ നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്കൊരു ചുരിദാറൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ കൽപ്പറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത്. ചുരിദാറും എടുക്കുക, അതുപോലെ സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നമുക്ക് ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്കൂൾ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വേറെ ഞാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് എന്താ പറയുക, നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കോടയൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒറ്റക്കല്ല പോകുന്നത്, ഞാൻ നേരത്തെ കാണിച്ചല്ലോ. ആ ഒരു കസിനും അവരുടെ മക്കളും ഹസ്ബൻഡും അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെ നമ്മൾ യെല്ലോ ചുരിദാർ തന്നെ ആയിരുന്നു കേട്ടോ മനസ്സിൽ. അപ്പോൾ എനിക്കും എടുക്കണം അവർക്കും എടുക്കണം. പക്ഷേ അവിടെ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ പോയത് എസ്ബാദിലേക്കായിരുന്നു കേട്ടോ. അവിടെ എത്തുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ലേറ്റായി, അതാണ് പിന്നെ ഷോപ്പിംഗ് ഒന്നും ചെയ്യാത്തത്, സ്കൂൾ ഷോപ്പിംഗ്. അങ്ങനെ എസ്ബാദ് കയറിയിട്ട് അവിടുന്ന് കുറച്ചൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടൈപ്പ് യെല്ലോ കളർ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ പാർക്കിംഗ് കൊണ്ടുപോയിട്ടൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരമൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ളൂ. ഒരുപാട് ടൈം നമുക്ക് ആവശ്യമില്ലാത്ത ഡ്രസ്സ് ഇങ്ങനെ വലിച്ചിട്ടിട്ട് നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടൈമൊന്നും നിന്നിട്ടില്ല. പിന്നെ അവർ ഗോഡൗണിൽ പോയിട്ടൊക്കെ കുറേ യെല്ലോ കളറൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പക്ഷേ നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച ആ ഒരു യെല്ലോ ആയിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ യെല്ലോ കളറൊക്കെ മാറ്റിയിട്ട് ഒരു ഗ്രീനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഷാളിന് ചെറിയൊരു ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും എടുത്തില്ല. അങ്ങനെ ഇതാ അയാൾ ഗോഡൗണിൽ പോയിട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യെല്ലോ എടുത്തിട്ട് വന്നു. പക്ഷേ അത് നമുക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരുപാട് ടൈം അവിടെ നിന്ന് തിരിയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് എസ് ഭാരതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു കടയിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇതാ ഇവിടെ നല്ല കളിയിലാണ്. നമുക്ക് സൺഡേ ഒരു കല്യാണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്ന ആ ഒരു ദിവസമാണ് നമ്മളെ കല്യാണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. മോൾക്ക് ഞാൻ അവിടെ നിന്ന് തന്നെ എടുത്തല്ലോ, മക്കൾക്ക് 2 പേർക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കാണ് കിട്ടാനുള്ളത്. പിന്നെ അവർക്ക് ഓൾ ഫാമിലി എല്ലാവർക്കും എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ആദ്യം കഴിയട്ടെ, എന്നിട്ട് ബാക്കിയുള്ളത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പല കളറും ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. യെല്ലോ എന്നുള്ള ആ ഒരു പ്ലാന് മനസ്സിൽ നിന്ന് പോയപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പക്ഷേ അതൊന്നും നമ്മൾ ആ ഒരു കളർ മനസ്സിൽ വെച്ച് വന്നാൽ പിന്നെ അതൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഞാനൊരു ഓർഗൻസയിലായിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ കൊണ്ടുവന്നതൊക്കെ വേറൊരു ടൈപ്പായിരുന്നു. പിന്നെ അതൊന്നും എടുക്കാനൊന്നും നിന്നിട്ടില്ല. നമ്മൾ നേരെ എസ് ബാറ്റിൻ്റെ ഓപ്പോസിറ്റിലെ ലോവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിലേക്ക് പോയി. അവിടെ പോയിട്ട് യെല്ലോ കളർ നോക്കി. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് വർക്കായി പോയിട്ടോ.
അപ്പോൾ പിന്നെ നമ്മളെ റേറ്റിന് ഒക്കുമ്പോൾ വർക്ക് ഒക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതും എടുത്തില്ല. പിന്നെ നമ്മൾ നേരെ വന്നത് സിന്ദൂറിനാണ് കേട്ടോ. അങ്ങനെ സിന്ദൂറിൽ വന്നിട്ട് അവസാനം യെല്ലോ തപ്പിയിട്ട് അത് കിട്ടിയില്ല. പിന്നെ നമ്മൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല, വേറൊരു കളറാണ് കേട്ടോ എടുത്തത്. അത് ഞാൻ നാളത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ടൊക്കെ കാണിച്ചു തരാം. പിന്നെ നെക്സ്റ്റ് പരിപാടി ഇതാ ഫുഡ് കഴിക്കലാണ്. അങ്ങനെ നമ്മൾ ന്യൂ ഫോം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടുന്ന് മന്തി അൽഫാമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുട്ടി വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്